ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളോട് ചെയ്യുന്നൊരു അടിപൊളി കപ്പലണ്ടി മിഠായിയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്വീറ്റല്ലേ കപ്പലണ്ടി മിഠായി. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് പച്ച കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ കപ്പലണ്ടീനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ അത് നന്നായി ഇങ്ങനെ ഫ്രൈ ആയി വരും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചെയ്യാൻ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി ഫ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെത്താൻ ഈ കപ്പലണ്ടിയൊക്കെ നല്ലോണം ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് തന്നെ വേറിട്ട് പോണ പോലെ തോന്നും നമുക്ക്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള പാകമായിട്ടുള്ളതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ കപ്പലണ്ടി മിഠായിനെ പരത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പലക, നല്ല ഒരു പലക എടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ ബട്ടർ പേപ്പർ ഇല്ലേ, ബട്ടർ പേപ്പർ ഒരു 2 മടക്കാക്കിയിട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ തന്നെ വേണമെന്നില്ല, നെയ്യായാലും മതി. ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നമ്മൾ നന്നായിട്ട് ഈ ബട്ടർ പേപ്പറിന് അങ്ങനെ നല്ലോണം തേച്ച് കൊടുക്കണം. എന്താ വെച്ചാൽ ഈ കപ്പലണ്ടി മിഠായി പരത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകയില്ലേ, ചപ്പാത്തിക്കോല്, അതിൻ്റെ മീതെയും ഒന്ന് നന്നായിട്ട് ഈ സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ കപ്പലണ്ടി മിഠായിനെ ഒന്ന് കട്ട് ചെയ്യുന്നതിന് വേണ്ട കത്തി, അതിൻ്റെ മീതെയും നമ്മൾ ഈ സൺഫ്ലവർ ഓയിലെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കണം. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കപ്പലണ്ടി അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഇത്തിരി പോയിട്ടുണ്ടാവും, നല്ലോണം ഫ്രൈ ആയതല്ലേ. ഇനി നമുക്ക് അതിനൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് അതിൻ്റെ ആ കപ്പലണ്ടീനെ മാത്രം നമുക്ക് ആ തൊലിയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പം കണ്ടില്ലേ, അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഇങ്ങനെ ഒരു അരിപ്പ പോലുള്ള കയ്യിലില്ലേ, അതിൽ വെച്ചിട്ട് ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് ആക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കപ്പലണ്ടിയുടെ ആ ഉള്ളിലത്തെ മാത്രമായിട്ട് കിട്ടും. അതിൻ്റെ തൊലി വേർപെട്ട് കിട്ടും ചെയ്യും. ഇങ്ങനെ ഒരു ഐഡിയയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. കണ്ടോ, കപ്പലണ്ടീനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 2 കപ്പ് വറുത്തിട്ടുള്ള കപ്പലണ്ടിയാണിത്. ഇനി നമുക്ക് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ കപ്പലണ്ടി മിഠായി. ഇനി നമ്മുടെ ഈ പാനില്ലേ, അതൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കുക. അത് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ശർക്കര ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു റേഷ്യോ കറക്റ്റായിട്ട് തന്നെ എല്ലാവരും ചെയ്യണം. ഇനി അതിനെ നല്ലോണം ഒന്ന് യോജിപ്പിക്കുക എല്ലാ ഭാഗത്തേക്കും. അപ്പം കണ്ടില്ലേ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ചെയ്യാൻ. ഇനി ഈ ശർക്കരയുടെയും പഞ്ചസാരയുടെയും കൂടിയിട്ടുള്ള ഈ പാവില്ലേ, അതിൻ്റെ ഒരു പാകം നമ്മൾ കറക്റ്റായി നോക്കണം. ഇനി അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ശർക്കരയുടെ പാവ് ഇത്തിരിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇട്ടപ്പോൾ കണ്ടില്ലേ, അതിങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞു പോവാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പാകമായിട്ടില്ല. നമുക്ക് ഈ കപ്പലണ്ടി അതിൽ ഇടാനുള്ള പാകമാണ് പറയണത്. അപ്പോൾ കണ്ടില്ലേ, അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുമല്ല, ഇപ്പോൾ ഇത് ഏകദേശം ആയി വരുന്നുണ്ട് നമ്മുടെ ഈ മാവ്. അപ്പോൾ കണ്ടില്ലേ, ഈ ശർക്കരയുടെ ഇത് കറക്റ്റാണോ എന്ന് ഇങ്ങനെ നോക്കണം. കണ്ടോ, ഇതും ആയിട്ടില്ല. ഇനി നമ്മൾ ഒന്നും കൂടി നോക്കുകയാണ്. ഇപ്പം ഏകദേശം നല്ലൊരു ബലം വന്ന പോലെ ഉണ്ട്. കണ്ടോ, അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നല്ല ബലമായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് നിലത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സൗണ്ട്, കല്ലൊക്കെ എറിയണ പോലുള്ള സൗണ്ടില്ലേ, ചെറിയൊരു സൗണ്ട് വരും. അപ്പോൾ കറക്റ്റായിട്ടുള്ള പാവിൻ്റെ പാകമാണത്. ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇത് വേഗം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണട്ടോ അത് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഈ പാവിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? അതിങ്ങനെ വെള്ളത്തിലിടുമ്പോൾ തന്നെ ഒരു കല്ല് പോലെ ആയിട്ട് അത് ഉറച്ചിട്ടുണ്ടാവും. ഈ പാവിൻ്റെ കറക്റ്റ് പാകം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ സൺഫ്ലവർ ഓയിൽ പുരട്ടി വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ ഇല്ലേ, അതിലേക്ക് ഈ കപ്പലണ്ടീനെ ഇതിൻ്റെ ഈ പാവും കൂടിയിട്ടുള്ളതിനെ ഇട്ട് കൊടുക്കാം. ഈ
മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേഗം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനൊന്ന് നന്നായി പരത്തി കൊടുക്കണം. ആദ്യം തന്നെ ഒന്ന് നന്നായി നമ്മൾ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇപ്പൊ ഈ കയ്യിൽ വെച്ചിട്ടാണ് ഞാനിപ്പോ ഇത് പരത്തണത്. നല്ല ചൂടായിരിക്കും കേട്ടോ, ആരും ഇത് കയ്യിലൊന്നും ആക്കരുത്. ഇനി നമ്മള് നേരത്തെ ഓയിൽ പുരട്ടി വെച്ചിട്ടുള്ള ചപ്പാത്തി കോലില്ലേ, അതുകൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ കപ്പലണ്ടി മിഠായിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇതിനെ നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മള് കത്തിയില് ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കത്തി കൊണ്ട് ഇങ്ങനെ 4 ചുറ്റും അതിൻ്റെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇപ്പൊ അതിങ്ങനെ തിരിച്ചിങ്ങനെ സെറ്റായി വരികയാണ്. അപ്പൊ നമ്മൾ അതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പലണ്ടി മിഠായി ആണിത്. നമുക്ക് വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ഇനി നമ്മൾ ഈ ഓയിൽ പുരട്ടിയിട്ടുള്ള കത്തി കൊണ്ട് അതിനൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പം വേണമെങ്കിൽ അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ സെറ്റായി വരണുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളിതിനെ കട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ലൈക്ക് ചെയ്തോളൂ, ഫോളോ ചെയ്തോളൂ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ അടിപൊളി കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ആ ശർക്കര പാനിയുടെ പാകം ഒന്ന് കറക്റ്റായാൽ മാത്രം മതി. എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടില്ലേ, അതിൻ്റെ ബാക്ക് ഭാഗവും അതിൻ്റെ മുൻഭാഗവുമാണിത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണിത്. എല്ലാവരും ബട്ടർ പേപ്പറിൽ തന്നെ അത് പരത്താൻ ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് അതിനെ വേഗം വേർപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.